നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഈ വിഷയങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, പ്രത്യേകിച്ചും 2025 സെയില്. കാരണം അത്രമാത്രം പ്രശ്നകാരികളായിട്ടുള്ള വിഷയങ്ങളാണ്. അത് സയൻസ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും ഇനി കൊമേഴ്സ് ആയാലും ഈ പറയുന്ന വീഡിയോ വളരെ വാല്യുബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. നിങ്ങൾ പലപ്പോഴും മെസ്സേജ് അയച്ചിട്ടുണ്ട്, പല കുട്ടികളും ഞങ്ങൾ ഫണ്ട് ഇട്ടു സാർ, ഞങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ആക്കിയില്ല. അങ്ങനെയുള്ളവർ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങനെയുള്ളവർ ഈ മുകളിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ നാളെ ഒരു 12 മണിക്കും പകല് 12 മണിക്കും 2 മണിക്കും ഇടയിൽ വിളിക്കുക. ആരെങ്കിലും അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നാളെ 12 മണിക്കും 2 മണിക്കും ഇടയിൽ ഈ 6235572305 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ അന്നേരം തന്നെ ആഡ് ചെയ്ത് ആദ്യമുള്ള എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് തരും. ഒരു ക്ലാസ് ഒരാൾക്കും മിസ്സാകത്തില്ല. ഇപ്പം ചേരുന്നവർക്ക് പോലും ആദ്യമുള്ള എല്ലാ ക്ലാസ്സിലും കിട്ടും. ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞു, നാളെ തുടങ്ങുന്നു. അങ്ങനെ ലൈവ് ക്ലാസ്സുകളും നല്ല ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും എല്ലാം വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം മെസ്സേജുകൾക്ക് എല്ലാം റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത്, നമുക്കൊരു എല്ലാ മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, എന്നാൽ മാക്സിമം മെസ്സേജുകൾക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് മറക്കാതിരിക്കുക. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ഇതുവരെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ. അന്നേരം എല്ലാ ദിവസവും പുത്തൻ ബാച്ചസ് ഉണ്ട്. ചേരേണ്ടവർക്കെല്ലാം നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്ട്, വാട്സ് നമ്പർ എല്ലാ സബ്ജക്ട്സും കൊടുക്കുക. പറഞ്ഞു വന്ന ഇതാണ്, ഈ സബ്ജക്റ്റുകൾ അതായത് ഏറ്റവും കൂടുതൽ 2025 മാർച്ചിൽ സയൻസിൽ തോറ്റ നമ്പർ 1 ഫിസിക്സ് ആണ്, 2 കെമിസ്ട്രി ആണ്, 3-ാം സ്ഥാനമേ ഉള്ളൂ മാത്സിന്. പക്ഷെ മാത്സിനെക്കാട്ടിൽ കൂടുതൽ അതിനോടൊപ്പം നിൽക്കുന്ന സബ്ജക്റ്റ് ആയിട്ട് മാറി ബയോളജി. അതുകൊണ്ട് 3-ൽ കൂടുതൽ വിഷയങ്ങൾ തോറ്റവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈ 2 വിഷയങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഫിസിക്സും കെമിസ്ട്രിയും. മാത്സ് കഴിഞ്ഞ വട്ടം ഈസി ആണെന്ന് പറഞ്ഞിട്ട് ഈ വട്ടം ഈസി ആണോന്നും ഇല്ല. സേ പരീക്ഷ എളുപ്പമാണോ എന്നും എഴുതിയൊന്നും ഗവൺമെന്റ് തന്നിട്ടില്ല. നമ്മൾ നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടാം. പിന്നെ ഒരു പോസിറ്റീവായിട്ട് പറയുന്നത്, നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ ജയിക്കും എന്നുള്ള ഉറപ്പാണ്. അതിന്റെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്താൽ നിങ്ങൾ ഉറപ്പായിട്ട് ജയിക്കും. തോക്കത്തില്ല ഒരു കുഞ്ഞുങ്ങൾ. പക്ഷെ ഇത് നിങ്ങൾ ഇത്രയും വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. ബാക്കിയുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. കൊമേഴ്സിൽ അക്കൗണ്ടൻസി വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഏറ്റവും കൂടുതൽ കൊമേഴ്സിൽ പോയിട്ടുള്ള കുട്ടികളാണ്. നമ്മളൊക്കെ അക്കൗണ്ടൻസിയുടെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അതുപോലെ എക്കണോമിക്സ്, അതുപോലെ തിരിച്ചിപ്പുറത്ത് ഹ്യൂമാനിറ്റീസ് വരുമ്പം പൊളിറ്റിക്സും ജോഗ്രഫി ഒരുപാട് കുട്ടികൾക്ക് പോയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. വളരെ ഈസി സബ്ജക്റ്റ് ആയിട്ട് പറയുന്നത് പൊളിറ്റിക്സ് പോലെ ഒരുപാട് കുട്ടികൾക്ക് പോയിട്ടുണ്ട്. ജോഗ്രഫി, ഹിസ്റ്ററി പോയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഈ വിഷയങ്ങൾ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. പോയിട്ടുള്ള വിഷയങ്ങളെല്ലാം നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഇവ തന്നെയാണ്. നേരം നമ്മുടെ അടുത്ത ബാച്ചസ് ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഉണ്ട്. 30-ാം തീയതിയും 31-ാം തീയതി, 1-ാം തീയതി, 2-ാം തീയതി എല്ലാം പുത്തൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം മുതലുള്ള എല്ലാ ക്ലാസ്സിലും കിട്ടും. എല്ലാ ഫെസിലിറ്റീസും ഉൾപ്പെടെ, ലൈവ് ക്ലാസ് ഉൾപ്പെടെ, റെക്കോർഡ് ക്ലാസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും. നേരം നിർത്തുന്നു. നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.